ക്രിക്കറ്റ് കോച്ചിങ്ങിനിടെ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അതിവേഗ പ്രത്യേക കോടതി നാളെ വിധി പറയും. ക്രിക്കറ്റ് കോച്ചായ പ്രതി ശ്രീവരാഹം സ്വദേശി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്നാണ് കോടതി പറയുന്നത്. ഒരു കേസിൽ പ്രതിയെ കോടതി കഴിഞ്ഞ മാസം ശിക്ഷിച്ചിരുന്നു. പ്രതിക്കെതിരെ നിലവിലുള്ളത് 6 കേസുകളാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഈ സംഭവം ആദ്യം പുറത്തു വന്ന സമയത്ത് അത് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരു ക്രിക്കറ്റ് കോച്ച് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള കേസ്. അതിൽ 6 പരാതികൾ, വ്യത്യസ്ത കേസുകളുണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു 4 കേസുകൾ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനാണ് ഈ പ്രതി, ഈ ക്രിക്കറ്റ് കോച്ച് എന്നുള്ളത് കോടതിയും പറയുന്നു. നാളെ എപ്പോഴാണ് വിധി ഉണ്ടാവുക? പ്രജിൻ, ക്രിസ്റ്റിന, തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ചിങ്ങിനിടെ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ശ്രീവരാഗം സ്വദേശി മനു കുറ്റക്കാരനാണെന്ന് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള കണ്ടെത്തിയിരിക്കുന്നത്. വിധി നാളെ ഉണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ പ്രതിക്കെതിരെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 4 കേസുകളിൽ വിചാരണ പൂർത്തിയാവുകയും ചെയ്തു. ഒരു കേസിൽ കഴിഞ്ഞ മാസം ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്ക് കോടതി വിധി പറയുകയും ചെയ്യും. 2018 നടന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ 6 പെൺകുട്ടികളെയാണ് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടികൾ അന്നൊന്നും ഒരു കാരണവശാൽ ഇത് പുറത്തു പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഇയാളുടെ ക്രിക്കറ്റ് ഭാവി ഇല്ലാതാക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ പ്രതിയെ കാണുകയും ഒരു പെൺകുട്ടി വലിയ രീതിയിൽ നിലവിളിക്കുകയും ചെയ്തു. തുടർന്നുള്ള എല്ലാവരുടെയും ചോദ്യത്തിനാണ് ഈ കുട്ടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ ഒരു പെൺകുട്ടി പരാതി നൽകിയതോടുകൂടിയാണ് മറ്റുള്ള പെൺകുട്ടികൾക്കും പരാതി നൽകുവാൻ വേണ്ടി ഒരു ധൈര്യമുണ്ടായത്. തുടർന്ന് 6 പെൺകുട്ടികളും പരാതി നൽകുകയായിരുന്നു. അതിനുശേഷമാണ് മനുവിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അതിവേഗ പ്രത്യേക കോടതി രണ്ടാമത്തെ കേസിലും വിധി പറഞ്ഞിരിക്കുന്നു. ഇനിയും 4 കേസുകൾ നിലവിലുണ്ട്. പ്രജിൻ, ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.